ഹലോ ഓൾ, ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ ഓണത്തിന് കാണാൻ പറ്റിയ കുറച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ പോയി കണ്ടത് കിഷ്കിന്ദ കാണ്ഡം എന്നുള്ളൊരു സിനിമയായിരുന്നു. നല്ലൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പേര് കേട്ടപ്പോൾ നമുക്ക് അങ്ങനെ കാണണോ വേണ്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു പേരായിട്ട് തോന്നിയില്ല. പിന്നെ പണ്ടൊക്കെ നമ്മൾ മലയാളം സെക്കൻഡിലൊക്കെ പഠിച്ച കിഷ്കിന്ദ രാജ്യം, ബാലസുബ്രഹ്മണ്യ പടകളുടെയൊക്കെ രാജ്യം എന്നുള്ള രീതിയിൽ അതിൻ്റെ എന്തെങ്കിലും കോണ്ടെക്സ്റ്റ് കാണുമെന്ന് തോന്നി. പക്ഷേ എന്നാൽ പോലും ഒരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിവ്യൂവും റേറ്റിംഗും ഒക്കെ നോക്കിയപ്പോൾ വളരെ നല്ല റേറ്റിംഗ് കണ്ടു, റിവ്യൂസ് കണ്ടു. എന്നാൽ പിന്നെ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി പോയി കണ്ടൊരു സിനിമയാണ്. ഉത്രാടത്തിന് പോയി കണ്ടു. നല്ലൊരു സിനിമയാണ്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ ഈ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു ത്രില്ലർ മോഡൽ പോകുന്നൊരു സിനിമയായിട്ട് കൂട്ടാം. പക്ഷേ ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള എന്നാൽ എന്താ പറയുക, കുറേ എന്താ പറയുക, ഒരു റെയർ പീസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ഈ അടുത്തൊന്നും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ആസിഫ് അലിയുടെയും അപർണ ബാലമുരളിയുടെയും എന്താ പറയുക, അഭിനയമാണെങ്കിലും നല്ലതാണ്. അവരുടെ ഒരു കോംബോ ആണെങ്കിലും നല്ലതാണ്. മുമ്പത്തെ അവരുടെ കോംബോയിലുള്ള സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അത് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അപ്പം ആ ഒരു ഇത് തന്നെ ഇതിനകത്തും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വിജയരാഘവൻ്റെ റോളും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റോളാണ്. അപ്പം ത്രൂ ഔട്ട് ആളുടെ ഒരു പ്രസൻസ് ഉണ്ട്, സ്ക്രീൻ പ്രസൻസ് എല്ലാവരുടെയും നല്ലതാണ്. ഡയലോഗ് ഡെലിവറി ആയാലും ക്യാമറ വർക്ക് ആയാലും എഡിറ്റിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം നല്ലതാണ്. ലൊക്കേഷൻ എടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുമ്പോൾ ആ ഒരു കോണ്ടസ്റ്റിൽ നമുക്ക് ശരിക്കും നല്ലൊരു ലൊക്കേഷനും അതിൻ്റെ അതെടുത്തേക്കുന്ന രീതിയൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ നമുക്കിങ്ങനെ ഓരോ സിനിമകൾ കാണുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിപ്പിക്കും. നമ്മളിങ്ങനെ ചില സിനിമകൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി പോവും, നമ്മൾ പോയി കുറച്ച് ചിരിച്ചങ്ങനെ പോരും. പക്ഷേ ചില ത്രില്ലേഴ്സ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ കാണും, അവസാനം നമുക്ക് കുറേ ട്വിസ്റ്റുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ഇത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ട്വിസ്റ്റുകളൊന്നും ആയിരിക്കില്ല. കഥയുടെ അവസാനം, സിനിമയുടെ അവസാനമാണ് നമുക്ക് ആ ഒരു ട്വിസ്റ്റുകളൊക്കെ ചുരുള് കഴിഞ്ഞ് വരുള്ളൂ. അത് ഏറ്റവും അവസാന നിമിഷം വരെ ആ സസ്പെൻസ് കാത്തു സൂക്ഷിച്ച് വളരെ നല്ല രീതിയിൽ പ്രേക്ഷകൻ വിചാരിക്കുന്നതിനപ്പുറം ഒരു പടിയും കൂടെ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് അവർ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ സിനിമ കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുകയും പ്രോസസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സിനിമ എന്താ പറയുക, നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കാവുന്നൊരു ക്യാരക്ടേഴ്സാണ് ഈ പറഞ്ഞ പോലെ അപർണ ബാലമുരളിയുടെ ആയാലും ആസിഫ് അലിയുടെ ആയാലും വിജയരാഘവൻ്റെ ആയാലും ബാക്കി ചെറിയ ചെറിയ റോൾസിലൊക്കെ വന്നിട്ടുള്ള എല്ലാവരും ആണെങ്കിലും അവരുടെ കഥാപാത്രത്തോട് നീതി പുലർത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് എന്താ പറയുക, ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു മൂവിയാണ്. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് നമുക്ക് 1-2 സിനിമകളൊക്കെയാണ് മലയാളത്തിൽ നമ്മൾ റിലീസായിട്ടുള്ളത്. അതിനകത്ത് ഇതെന്തായാലും ഒരു പ്രോമിസിങ് ആയിട്ടുള്ള സിനിമയാണ്. നമുക്ക് ഇഷ്ടപ്പെടും. എന്തായാലും പാരൻസിനായാലും കുട്ടികൾക്കായാലും കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും പോയി കണ്ട് നമുക്ക് ഓണമൊക്കെ അടിച്ചു പൊളിക്കാം. താങ്ക് യു.